ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിന്ദി മിഷൻ ചാനൽ. ഇത് നമ്മളുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ക്ലാസ് മുറിയിൽ ലളിതമായി ഹിന്ദി സംഭാഷണം എങ്ങനെ ചെയ്യാം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ 10-25 വേർഡ്സ് പഠിച്ചിരുന്നു. അപ്പോൾ ഇനി ഓരോരോ വേർഡ്സിനെ പറ്റി നമ്മൾ 10-25 അല്ലെങ്കിൽ 10-15 സെൻറ്റൻസ് നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ആദ്യത്തെ വേർഡായിരുന്നു സീഖ. അപ്പോൾ ഇന്ന് നമ്മൾ സീഖ വേർഡിനെ പറ്റിയിട്ട് നമ്മൾ കുറച്ച് സെൻറ്റൻസസ് ഉണ്ടാക്കി പഠിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. അപ്പോൾ ക്ലാസ് മുറിയിൽ ആദ്യത്തെ എന്താണ്? കുട്ടികളെ ഇന്നു എന്തൊക്കെ പഠിച്ചത്? അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ പ്ലൂറലാണ്. അപ്പോൾ അതെങ്ങനെ പറയാം? ബച്ചോ ആജ് ക്യാ ക്യാ സീഖ. ബച്ചോ ആജ് ക്യാ ക്യാ സീഖ. എന്തൊക്കെ പറയുമ്പോൾ ക്യാ ക്യാ. അതേപോലെ തന്നെ കുട്ടികളെ ഇന്ന് എന്താ പഠിച്ചത്? അപ്പോൾ എന്താണ്? സ്ട്രെയിറ്റ് ആയിട്ട് പറയാം, ബച്ചോ ആജ് ക്യാ സീഖ. കുറച്ച് പഠിച്ചിട്ടുണ്ടാവും, അപ്പോൾ ക്യാ സീഖ. കുറേ ആണെങ്കിൽ ക്യാ ക്യാ സീഖ. എന്തൊക്കെ പറയുമ്പോൾ എന്താണ്? ക്യാ ക്യാ. ഇത് എന്താ പറയുമ്പോൾ ക്യാ. അപ്പോൾ ബച്ചോ ആജ് ക്യാ സീഖ. കുട്ടികളെ ഈ പാഠത്തിൽ കവിതയിൽ നിന്നും എന്താണ് പഠിച്ചത്? അപ്പോൾ എങ്ങനെ ചോദിക്കാതെ ഹിന്ദിയിൽ? ബച്ചോ ഇസ് പാഠ് സേ ക്യാ സീഖ. അല്ലെങ്കിൽ ബച്ചോ ഇസ് കവിത സേ ക്യാ സീഖ. ക്വസ്റ്റ്യൻ ചോദിക്കാണ്, എന്താ പഠിച്ചത്? നാളെ ഈ കവിത പഠിച്ചിട്ട് വരൂ. അപ്പോൾ അതെങ്ങനെ പറയാം? കൽ യേ കവിത സീഖ് കെ ആവോ. യേ പറയാം അല്ലെങ്കിൽ യോ പറയാം, രണ്ടും സെയിം തന്നെയാണ്. നമ്മൾ ഹിന്ദിയിൽ ഫ്ലോയിൽ സംസാരിക്കുമ്പോൾ തന്നെ യേ പറയും, പക്ഷെ എഴുതുമ്പോൾ യഹ എഴുതണം. ഓക്കെ, കൽ യേ കവിത സീഖ് കെ ആവോ. നാളെ ഞാൻ നിങ്ങൾക്ക് പുതിയ പാഠം അല്ലെങ്കിൽ കവിത പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ അത് ഹിന്ദിയിൽ എങ്ങനെയാണ്? കൽ മേ ആപ്കോ നയ പാഠ് സിഖാവുങ്കി. പെണ്ണാണെങ്കിൽ സിഖാവുങ്കി, ആണാണെങ്കിൽ സിഖാവുങ്ക. കൽ മേ ആപ്കോ നയ പാഠ് സിഖാവുങ്ക. കവിത എങ്ങനെയാണ്? കൽ മേ ആപ്കോ നയ കവിത സിഖാവുങ്കി. ഫീമെയിൽ ആണെങ്കിൽ, മെയിൽ ആണെങ്കിൽ കൽ മേ ആപ്കോ നയ കവിത സിഖാവുങ്ക. നാളെ എല്ലാവരും പഠിച്ചിട്ട് വരേണ്ടതാണ്. നിർബന്ധമായിട്ട് പറയുന്ന കാര്യം. അപ്പോൾ എങ്ങനെയാണ്? കൽ സബ്കോ സീഖ് കെ ആനാ ഹെ. കൽ സബ്കോ സീഖ് കെ ആനാ ഹെ. ഞാൻ ഈ പഠിപ്പിച്ചത് തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് ടീച്ചർ സ്റ്റുഡൻസിനോട്. അപ്പോൾ എങ്ങനെയാണ്? मैं जो सिखाती हूँ क्या आपको समझ में आता है. സിഖാത്തി പറഞ്ഞ ഫീമെയിൽ ആണ്. ഇനി ആണാണെങ്കിൽ സിഖാത്ത, താ പറഞ്ഞാൽ മതി, തീൻ്റെ അവിടെ. ഓക്കെ, അപ്പോൾ മേ ജോ സിഖാത്തി ഹൂ അല്ലെങ്കിൽ മേ ജോ സിഖാത്താ ഹൂ ക്യാ ആപ്കോ സമജ് മേ ആത്താ ഹേ. ഈ പാഠത്തിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് പഠിക്കാൻ കിട്ടുന്നത്? അപ്പോൾ എങ്ങനെയാണ്? ഇസ് പാഠ് സേ ആപ്കോ ക്യാ സീഖ് മിൽത്തി ഹേ. നിങ്ങൾക്ക് എന്താണ് പഠിക്കാൻ കിട്ടുന്നത്? എന്ത് ലെസണാണ് പഠിക്കാൻ കിട്ടുന്നത്? അതെങ്ങനെ ചോദിക്കാം? ഇസ് പാഠ് സേ അല്ലെങ്കിൽ കവിത ആണെങ്കിൽ കവിത സേ. ഇസ് പാഠ് സേ ആപ്കോ ക്യാ സീഖ് മിൽത്തി ഹേ. എപ്പോഴും ക്ലാസ് റൂമിൽ കുട്ടികൾ ആപ്കോ പറഞ്ഞാൽ കുറച്ച് അവർക്ക് നല്ല എന്താ റെസ്പെക്റ്റ് പോലെ തോന്നും. തുംകോ പറയുമ്പോൾ അത് കുറച്ച് റൂഡായ പോലെ തോന്നും. പക്ഷെ ആപ്കോ പറയുമ്പോൾ
അവർക്ക് എന്താണ് ഒരു റെസ്പെക്റ്റ് പോലെ തോന്നും. അപ്പോൾ അതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ആപ്കോ പറയുന്നത്. ഇസ് പാഠ് സെ ആപ്കോ ക്യാ സീഖ് മിൽത്തി ഹൈ. നിങ്ങൾക്ക് ഈ പാഠം പഠിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അല്ലെങ്കിൽ കവിത പഠിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ അതെങ്ങനെ ചോദിക്കാം? ക്യാ ആപ്കോ യേ പാഠ് സീഖ്നെ മേ കോയി തക്ലീഫ് ഹൈ. ബുദ്ധിമുട്ട് പറയുമ്പോൾ തക്ലീഫ്. അല്ലെങ്കിൽ ക്യാ ആപ്കോ യേ കവിത സീഖ്നെ മേ കോയി തക്ലീഫ് ഹൈ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഈ കവിത അല്ലെങ്കിൽ പാഠം പഠിക്കാൻ? അപ്പോൾ ആ രീതിയിൽ ചോദിച്ചാൽ മതി. പതുക്കെ പതുക്കെ ചിന്തിച്ചിട്ട് പഠിക്കൂ, എല്ലാതും ഓർമ്മ നിൽക്കും. അപ്പോൾ അതെങ്ങനെ പറയാം? ധീരെ ധീരെ സോച്ച് സമജ് കർ സീഖോ, സബ് കുച്ച് യാദ് ഹോ ജായേഗ. മെല്ലെ മെല്ലെ പഠിച്ചാൽ മതി, എല്ലാതും ഓർമ്മ നിൽക്കും. യാദ് പറഞ്ഞാൽ ഓർമ്മ. അപ്പോൾ ധീരെ ധീരെ സോച്ച് സമജ് കർ സീഖോ, സബ് കുച്ച് യാദ് ഹോ ജായേഗ. ജായേഗ സാധാരണ യേ പറയാം, പക്ഷെ അങ്ങനെയല്ല, ജായേഗ. പുതിയ വാക്കുകൾ നിങ്ങൾക്ക് 5 പ്രാവശ്യം എഴുതി പഠിക്കേണ്ടതാണ്. അപ്പോൾ നയേ ശബ്ദ ആപ്കോ 5 ബാർ ലിഖ് കെ സീഖ്നാ ഹൈ. നയേ ശബ്ദ ആപ്കോ 5 ബാർ ലിഖ് കെ സീഖ്നാ ഹൈ. ഇത് ഇൻ ജനറൽ മൊത്തം ക്ലാസ്സിനെ പറയുന്നതാണ്. അതുകൊണ്ടാണ് ആപ്കോ പറയുന്നത്. ആപ്കോ പറയുമ്പോൾ എല്ലാവരും അതിൽ അടങ്ങിയതാണ്. എപ്പോഴും നല്ല ശീലങ്ങൾ പഠിക്കൂ. അപ്പോൾ എങ്ങനെയാണ്? ഹമേഷ അച്ഛി ആദത്തെ സീഖോ. ആദത്തെ പറഞ്ഞാൽ എന്താണ്? ശീലങ്ങൾ. ആദത്ത് പറയാ ശീലം. ഇത് പ്ലൂറലാണ്. അപ്പോൾ ആദത്തെ. അപ്പോൾ ഹമേഷ അച്ഛി ആദത്തെ സീഖോ. നിൽക്കൂ, ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പോൾ എങ്ങനെയാണ്? റുക്കോ മേ സിഖാത്തി ഹൂ. പെണ്ണാണെങ്കിൽ, മേലാണെങ്കിലോ ആണാണെങ്കിൽ റുക്കോ മേ സിഖാത്താ ഹൂ. നിങ്ങൾക്കിത് എന്താണ് പേര് വെച്ചിട്ടും പറയാം. അല്ലെങ്കിൽ റുക്കോ കാർത്തിക് മേ സിഖാത്തി ഹൂ, റുക്കോ കാർത്തിക് മേ സിഖാത്താ ഹൂ. നിങ്ങൾക്കും അത് പേര് വെച്ചിട്ടും നിങ്ങൾക്ക് കുട്ടികളെ പറയാം. ഞാൻ പഠിപ്പിക്കുന്ന രീതി നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? അപ്പോൾ അതെങ്ങനെയാണ്? മേരാ സിഖാനെ കാ തരീക്ക കേസാ ലഗ ആപ്കോ. തരീക്ക പറഞ്ഞാൽ എന്താണ്? രീതി. അപ്പോൾ മേരാ സിഖാനെ കാ തരീക്ക കേസാ ലഗ ആപ്കോ. കുട്ടികളുടെ അടുത്ത് ഇടയ്ക്ക് ഇങ്ങനെ ചോദിച്ചാൽ മതി. ഒരു ഇൻട്രോ എന്താ നമുക്ക് ക്ലാസ്സിൽ നമ്മളുടെ പഠിപ്പിക്കുന്ന രീതി എങ്ങനെയാണത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മേരാ സിഖാനെ കാ തരീക്ക കേസാ ലഗ ആപ്കോ. നിങ്ങൾക്കു ഈ പാഠം അല്ലെങ്കിൽ കവിത പഠിക്കുന്നതിൽ ഇൻട്രസ്റ്റ് വരുന്നുണ്ടോ? അത് പഠിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ബോറടിക്കുമ്പോൾ നമുക്ക് കുട്ടികളുടെ അടുത്ത് ചോദിക്കല്ലോ. അപ്പോൾ അതെങ്ങനെയാണ്? ക്യാ ആപ് സബ്കോ യഹ് പാഠ് സീഖ്നെ മേ മജ ആത്താ ഹൈ. നമുക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ടോ? അങ്ങനെ ഇടയ്ക്ക് ചോദിക്കണം കുട്ടികളുടെ അടുത്ത്. അല്ലെങ്കിൽ ക്യാ ആപ് സബ്കോ യഹ് കവിത സീഖ്നെ മേ മജ ആത്താ ഹൈ. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി. നമുക്ക് തോന്നാണ് കുട്ടികൾക്ക് ബോറടിക്കാൻ, അപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ മതി. കാർത്തിക്, നീ ഇന്നു എന്താ പഠിച്ചേ? വാട്ട് ഡിഡ് യു ലേൺ ടുഡേ കാർത്തിക്? അപ്പോൾ അതെങ്ങനെയാണ്? കാർത്തിക്, തുമ്നെ ആജ് ക്യാ സീഖ. ഇന്ന് എന്താ പഠിച്ചത്? കാർത്തിക്കിനോട് ചോദിക്കുന്നതാണ്. കാർത്തിക്, തുമ്നെ ആജ് ക്യാ സീഖ. ഇതു നിങ്ങൾ എങ്ങനെയാ ചെയ്തത്? എന്നെ കൂടി പഠിപ്പിക്കുമോ? അപ്പോൾ എങ്ങനെയാണ്? യ തുമ്നെ
कैसे किया ഇത് നിങ്ങൾ എങ്ങനെ ചെയ്തു क्या मुझे भी सिखाओगे എന്നെയും കൂടി പഠിപ്പിച്ചു തരോ क्या मुझे भी सिखाओगे यह तुमने कैसे किया क्या मुझे भी सिखाओगे തുമ്നെ പറയുമ്പോൾ ഒരു നമ്മളതും ചെറുപ്പപ്രായക്കാരൻ്റെ അടുത്താണ് പിന്നെ റെസ്പെക്റ്റോടെ പറയുകയാണെങ്കിൽ യ ആപ്നെ कैसे किया അങ്ങനെ പറഞ്ഞാൽ മതി തുമ്നെ ആപ്നെ ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി അത് അപ്പോൾ അത് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു എനിക്ക് നിങ്ങളിൽ നിന്നും കുറേ അധികം പഠിക്കാനുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് മുझे आपसे बहुत कुछ सीखना है ഒരു റെസ്പെക്റ്റോടെ പറയുമ്പോൾ ആപ്സെ ഇനി അതേപോലെ തന്നെ നമ്മളുടെ സമപ്രായക്കാരുടെ ആണെങ്കിൽ എങ്ങനെ പറയാം മുझे तुमसे बहुत कुछ सीखना है അതിനാ എഴുതിയിട്ടില്ല അതിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാണ് അപ്പോൾ നിങ്ങളത് സൂക്ഷിച്ച് എന്താണ് അത് മനസ്സിലാക്കിയാൽ മതി ഒന്നെങ്കിൽ मुझे आपसे बहुत कुछ सीखना है അല്ലെങ്കിൽ मुझे तुमसे बहुत कुछ सीखना है ആ സിറ്റുവേഷൻ അനുസരിച്ച് ആപ്സെ തുംസെ ഉപയോഗിച്ചാൽ മതി മാഡം നാളത്തെ ടെസ്റ്റിൽ എന്തൊക്കെ പഠിക്കേണ്ടത് അപ്പം എന്താണ് മാഡം കൽക്കി ടെസ്റ്റ് മേ ക്യാ ക്യാ സീഖ്നാ ഹേ പഠിക്കേണ്ടത് എങ്ങനെ അപ്പം എന്താണ് സീഖ്നാ ഹേ മാഡം കൽക്കി ടെസ്റ്റ് മേ ക്യാ ക്യാ സീഖ്നാ ഹേ നാളത്തെ ടെസ്റ്റിൽ എന്തൊക്കെ പഠിക്കേണ്ടത് അപ്പോൾ ടീച്ചർ സ്റ്റുഡൻറ്റ് ടീച്ചറിനോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ടെസ്റ്റിനു വേണ്ടി ആദ്യത്തെ 2 പാഠങ്ങൾ നന്നായി പഠിച്ചിട്ട് വരേണ്ടതാണ് അപ്പോൾ അത് ഹിന്ദിയിൽ എങ്ങനെ പറയാം കുട്ടികളുടെ അടുത്ത് आपको टेस्ट के लिए खाली पहले 2 पाठ अच्छी तरह सीख के आना है आपको टेस्ट के लिए खाली पहले 2 पाठ अच्छी तरह सीख के आना है ആദ്യത്തെ 2 ലെസൺ നല്ല രീതിയിൽ പഠിച്ചിട്ട് വരണം അതാണ് ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പറയുന്ന രീതി നന്നായിരിക്കുന്നു നീ ഇത് എവിടുന്നാ പഠിച്ചേ അപ്പോൾ ബഹുത് അച്ഛേ നന്നായിരിക്കുന്നു തുമ്നെ യ കഹാ സേ സീഖാ എവിടുന്നാ പഠിച്ച് അതേ സ്ഥാനത്ത് എന്താണ് നമ്മൾ റെസ്പെക്റ്റിൽ പറയുമ്പോൾ ആപ്നെ യ കഹാ സേ സീഖാ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ ഈ സെൻറ്റൻസ് ഉപയോഗിച്ചാൽ മതി ബഹുത് അച്ഛേ പറയുമ്പോൾ നന്നായിരിക്കുന്നു തുമ്നെ യ കഹാ സേ സീഖാ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ക്ലാസ് മുറിയിൽ സീഖ വെച്ചിട്ട് ഉപയോഗിക്കുന്ന സെൻറ്റൻസസ് ആണ് പഠിച്ചത് നിങ്ങൾക്കത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് അടിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് റെസ്പോൺസ് തരുന്നത് നല്ലതായിരിക്കും ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇനി ഇതേപോലെ തന്നെ അടുത്ത വീഡിയോയിൽ പഠിക്കുക അതിനെ പറ്റിയിട്ടായിരിക്കും കുറച്ച് സെൻറ്റൻസ് നമ്മൾ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്നത് വീഡിയോയിൽ ഉണ്ടാക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോസ് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം പുതിയൊരു ടോപ്പിക്കുമായിട്ട് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ